2026 മാത്തമാറ്റിക്സ് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനേഷൻ ടഫാണെന്നും കുട്ടികളെ ഈ ഒരു എക്സാമിനേഷൻ ഒരുപാട് വലച്ചു എന്നാണ് ഒട്ടുമിക്ക മീഡിയാസും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം കേരള സെക്ടറിലുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്ലാസ് 10 CBSE യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തതും നമുക്ക് ടീച്ചേഴ്സിന് പേഴ്സണലി മെസ്സേജ് അയച്ചതും എല്ലാം തന്നെ എക്സാമിനേഷൻ വളരെ സിമ്പിളായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ അവർ വളരെ സന്തോഷത്തോടെയാണ് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തതും ആ ഒരു എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലെത്തുന്നതും എന്നാണ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കേരള സെക്ടറിൽ ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി എന്നതല്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സിലും വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറയുന്നത് ഏകദേശം സെയിം ആയിരുന്നു. പക്ഷേ കേരള സെക്ടറിൽ മാത്രം എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇത്രയും സിമ്പിളായിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഏകദേശം 15,000-ന് മുകളിൽ കുട്ടികൾ കേരളത്തിൽ നിന്ന് മാത്രം ക്ലാസ് 10 CBSEയുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചായിട്ടുള്ള അസ്ത്ര ബാച്ചിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികൾ NCERT ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ എല്ലാ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻഡ് ഒരു 5-6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ ചാപ്റ്റർ വൈസ് എക്സാംസും മൊഡ്യൂൾ വൈസ് എക്സാംസും അത് കഴിഞ്ഞ് മോഡൽ എക്സാംസും അറ്റൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബോർഡ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരു കുട്ടി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആ കുട്ടിക്ക് ഏത് ഡിഫിക്കൽറ്റി ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ഈസി ആയിട്ട് മാറാൻ കഴിയുന്നതാണ്. അതുതന്നെയാണ് ഈ കണ്ട കമൻസിൻ്റെ ഒക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇത്രയും കുട്ടികൾ ഒരേപോലെ ക്ലാസ് 10 CBSE എക്സാമിനേഷൻ വളരെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്തു എന്ന് പറയുമ്പം അതിലൊരു റീസൺ ആവാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടും അഭിമാനമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ക്ലാസ് 9 CBSEയിൽ പഠിക്കുന്ന മക്കളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ക്ലാസ് 10 CBSEയിൽ സൈലം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. നിങ്ങളെ എല്ലാ സബ്ജക്ട്സിലും കൃത്യമായിട്ട് പഠിപ്പിച്ച് ഫുൾ A1 എന്ന ലെവലിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സോടെ നിങ്ങളെ മുന്നിലേക്ക് വന്ന് കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. സോ എല്ലാ മക്കളും സൈലത്തിൻ്റെ ക്ലാസ് 10 CBSEയുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള അസ്ത്ര ബാച്ചിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 3 ബാച്ചസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നിങ്ങൾ എന്ത് തന്നെ വന്നാലും ഇൻസ്റ്റാൾ മെറ്റീരിയൽസും മൈൻഡ് മാപ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബാച്ച് സെലക്ട് ചെയ്ത് ആ ബാച്ച് തന്നെ ജോയിൻ ചെയ്യാനായിരിക്കും ഞാൻ എപ്പോഴും പറയുക. എനിക്കറിയാം ക്ലാസ് 9 CBSEയിൽ നിങ്ങൾ ആരും തന്നെ കാര്യമായിട്ട് ഗംഭീരമായിട്ട് ഇരുന്ന് പഠിച്ചിട്ടായിരിക്കില്ല 10th ഇപ്പോൾ കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാത്സിലും സയൻസിലും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് 10th CBSEയിലേക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ചാപ്റ്റേഴ്സിലേക്ക് കടക്കുന്നുണ്ടാവുക. അതായത് ഡയറക്റ്റ്ലി ചാപ്റ്റേഴ്സ് അങ്ങോട്ട് പഠിപ്പിച്ച് തുടങ്ങാതെ 9th നിന്ന് 10th ആ ഒരു ട്രാൻസിഷൻ, ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ഉറപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് ഫൗണ്ടേഷൻ സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് 10th CBSEയിലെ ചാപ്റ്റേഴ്സ് അസ്ത്ര ബാച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ മക്കൾ ഈ ഒരു അവസരം ഒട്ടും തന്നെ മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ക്ലാസ് 10 CBSEയുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചായിട്ടുള്ള അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക.